ഓണാട്ടുകരക്കാരുടെ കുലദൈവം എന്നറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം ചെട്ടികുളങ്ങര അമ്മയുടെ നടയിലാണ് ഞാനെന്നുള്ളത്. ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയിൽ നിന്ന് ഒരു 3.5 കിലോമീറ്റർ മാറി ചെട്ടികുളങ്ങര ടൗണിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ ഒരു കണക്ക് പ്രകാരം നമ്മുടെ ശബരിമല ക്ഷേത്രത്തിന് ശേഷം ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന ഒരു ക്ഷേത്രമാണ് നമ്മുടെ ചെട്ടികുളങ്ങര ക്ഷേത്രം. ചെട്ടികുളങ്ങര അമ്പലത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഇന്ന് ചൊവ്വാഴ്ചയും കൂടി ആയതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു തിരക്കുണ്ടായിരുന്നു. പക്ഷേ അധികം ക്യൂ ഒന്നും നിൽക്കാണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് തന്നെ ചുറ്റമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി ഭഗവതിയെ കണ്ണിറച്ച് കണ്ട് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞു. ആദിപരാശക്തിയായ ചെട്ടികുളങ്ങര അമ്മ കൊടുങ്ങല്ലൂരമ്മയുടെ മകളാണെന്നാണ് വിശ്വാസം. ചെട്ടികുളങ്ങര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ടെങ്കിലും നിലവിൽ അറിയപ്പെടുന്ന ഒരു ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ ചെട്ടികുളങ്ങരയിലുള്ള കുറേ നാട്ടുപ്രമാണിമാർ കുറച്ച് ദൂരെയുള്ള കോയിപ്പള്ളിക്കാരാഴ്മ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം പങ്കെടുക്കാൻ പോയി. അവിടെ എത്തിയ ചെട്ടികുളങ്ങര നാട്ടുപ്രമാണിമാരെ അവിടുത്തെ ആ ക്ഷേത്ര ഭാരവാഹികളും ഗ്രാമത്തലവന്മാരും വല്ലാതെ അപമാനിക്കുകയും പരിഹസിക്കുകയും ചെയ്തു. ഇതിൽ വല്ലാതെ സങ്കടം തോന്നിയ ചെട്ടികുളങ്ങരയിലെ നാട്ടുപ്രമാണിമാർ ചെട്ടികുളങ്ങരയിൽ അവർക്ക് സ്വന്തമായിട്ടൊരു ഭഗവതി ക്ഷേത്രം നിർമ്മിക്കണമെന്ന് തീരുമാനിച്ചു. ഈ ഒരു ദൗത്യം തുടങ്ങുന്നതിന് മുൻപായിട്ട് അവിടുത്തെ ദേശവാസികളും നാട്ടുപ്രമാണിമാരും 4-5 തറവാട്ട് കാരണവന്മാരും എല്ലാവരും കൂടി കൊടുങ്ങല്ലൂർ പോയി അവിടുത്തെ ഭഗവതിയുടെ അനുഗ്രഹം തേടാൻ തീരുമാനിച്ചു. കൊടുങ്ങല്ലൂരമ്മയെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി ഇവിടുത്തെ നാട്ടുപ്രമാണിമാരും എല്ലാവരും 12 ദിവസത്തേക്ക് അവിടെ ഭജനം നടത്തി. അങ്ങനെ ആ ഒരു ഭജനത്തിന് ശേഷം അവർക്കൊരു സ്വപ്ന ദർശനം ഉണ്ടായി. ഉടൻ തന്നെ കൊടുങ്ങല്ലൂരമ്മ ചെട്ടികുളങ്ങരയിൽ എത്തുമെന്നായിരുന്നു ആ ഒരു സ്വപ്ന ദർശനം. അടുത്ത ദിവസം കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ വെളിച്ചപ്പാട് നൽകിയ പവിത്രമായ വാളുമായി അവർ സന്തോഷത്തോടെ തന്നെ ചെട്ടികുളങ്ങരയിലേക്ക് മടങ്ങി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കരിപ്പുഴ തോട്ടിലെ തോണിക്കാരന് ഒരു വൃദ്ധയായ ഒരു സ്ത്രീയെ കണ്ടു. അവർ ഒറ്റയ്ക്കാണെന്നും അവരെ അക്കരെ വിടണമെന്നുമായിരുന്നു അവരുടെ ഒരു അഭ്യർത്ഥന. ആ വൃദ്ധയായ സ്ത്രീയുടെ അഭ്യർത്ഥന മാനിച്ച് തോണിക്കാരൻ അവരെ ചെട്ടികുളങ്ങരയിൽ എത്തിക്കാൻ എന്തായാലും തീരുമാനിച്ചു. ആ വൃദ്ധയായ സ്ത്രീയെ അക്കരെ എത്തിച്ചതിന് ശേഷം അവിടെ അടുത്തുള്ള ഒരു മരച്ചുവട്ടിൽ ഇവർ രണ്ടുപേരും വിശ്രമിക്കാനിരുന്നു. അപ്പം ഇവർക്ക് വിശക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അടുത്തുള്ള വീട്ടിൽ നിന്ന് തോണിക്കാരൻ ഇവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുത്തു. ക്ഷീണം കൊണ്ട് ആ തോണിക്കാരൻ അവിടെ കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. നേരം വെളുത്തപ്പോഴേക്കും ഈ വൃദ്ധയായ സ്ത്രീ അവിടെ കാണുന്നുമില്ല. അത് ഇയാൾക്ക് വല്ലാത്തൊരു അത്ഭുതമായിട്ട് തോന്നി. അങ്ങനെയാണ് ആ നാട്ടുകാർക്ക് ഇവിടെ ഭഗവതിയുടെ സാന്നിധ്യമുണ്ട് എന്ന് മനസ്സിലായത്. ഈ തോണിക്കാരൻ ഒരു ക്രിസ്ത്യാനിയായിരുന്നു. അപ്പം അദ്ദേഹമാണ് ഭഗവതിയെ ഈ കരിപ്പുഴ തോട് കടക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ തോണിക്കാരൻ്റെ കുടുംബത്തിലെ പിൻഗാമികളാണ് ഈ ക്ഷേത്രത്തിലെ ആചാരപരമായ വെടിക്കെട്ടുകളുള്ള ജോലികളെല്ലാം ഏൽപ്പിച്ചത്. കുംഭമാസത്തിലെ ഭരണി നാളിലാണ് നമ്മുടെ ഈ ചെട്ടികുളങ്ങര ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ കെട്ടുകാഴ്ച നടത്തിവരുന്നത്. ഈ കുംഭഭരണിക്ക് അവിടുത്തെ ദേശവാസികളെല്ലാം കൊഞ്ചുമാങ്ങ എന്ന് പറയുന്ന ഒരു പ്രത്യേക തരം വിഭവം ഉണ്ടാക്കാറുണ്ട്. ഇത് വീട്ടിലെ സദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഭഗവതിയുടെ ഒരു പ്രസാദമായിട്ടാണ് ഈ ദേശവാസികൾ കണക്കാക്കപ്പെടുന്നത്. ഈ കൊഞ്ചുമാങ്ങ കറിയുമായി ബന്ധപ്പെട്ട് ഈ ഒരു ദേശവാസികൾക്കിടയിൽ ഒരു ഐതിഹ്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, കൊഞ്ചുമാങ്ങ കറി പാകം ചെയ്യുന്നതിനിടെ വീടിന് സമീപത്ത് കൂടെ കുത്തിയോട്ട ഘോഷയാത്ര കടന്നുപോയി. ഈ ഘോഷയാത്ര കാണണമെന്ന് ഒരു വീട്ടമ്മയ്ക്ക് അതിയായ ആഗ്രഹമായിരുന്നു. പക്ഷെ അടുപ്പിൽ വെച്ച ഈ ഒരു കൊഞ്ചുമാങ്ങ കറി കരിഞ്ഞു പോവാനും പാടില്ല. ഒടുവിൽ കറി കരിയരുതേ എന്ന് ഭഗവതിനോട് കേണപേക്ഷിച്ചിട്ടാണ് ആ വീട്ടമ്മ കുത്തിയോട്ടം കാണാൻ പോയത്. അവരിതൊക്കെ കണ്ട് തിരിച്ചു വന്നപ്പോൾ അവർ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ, കറിയൊക്കെ തയ്യാറായിട്ട് അടുപ്പ് നിന്ന് വാങ്ങി വെച്ചിരിക്കുന്നു. ഇത് കണ്ടിട്ട് ആ സ്ത്രീ വല്ലാതെ അത്ഭുതപ്പെട്ടുപോയി. ഈ ഒരു കാര്യം ദേശവാസികൾ ഒന്നടങ്കം അറിഞ്ഞു. അങ്ങനെയാണ് ഈ കുംഭഭരണിക്ക് ചെട്ടികുളങ്ങരക്കാർക്ക് ഒഴിച്ചുകൂടാത്ത വിഭവമായിട്ട് ഈ ഒരു കൊഞ്ചുമാങ്ങാക്കറി മാറിയത്. കൊടുങ്ങല്ലൂരിൽ നിന്ന് ചെട്ടികുളങ്ങര എത്തിയ ഭഗവതിക്ക് അവിടെ അടുത്തുള്ളൊരു വീട്ടിൽ നിന്ന് കൊഞ്ചും മാങ്ങയും കൂട്ടിയിട്ട് ഭക്ഷണം നൽകി. അങ്ങനെ ഒരു ഐതിഹ്യം കൂടി ഇതിലുണ്ട്. വരിക്കപ്ലാവിൽ കൊത്തിയെടുത്ത ഭദ്രകാളിയുടെ ദാരൂബിംബമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. കൂടാതെ കണ്ണാടിയിൽ ഭദ്രകാളിയുടെ ചെറിയ കർമ്മബിംബവും ഭദ്രകാളി രൂപത്തോടു കൂടിയ ഗുരുസി ബിംബവും ചേർന്നതാണ് ഇവിടുത്തെ പ്രതിഷ്ഠ.
13 കരകൾ ഉൾപ്പെട്ടതാണ് നമ്മുടെ ഈ ചെട്ടികുളങ്ങര ഭഗവതി ക്ഷേത്രം. ഈരേഴ തെക്ക്, ഈരേഴ വടക്ക്, കൈത തെക്ക്, കൈത വടക്ക് എന്നീ കരകൾ ക്ഷേത്രത്തിന് 4 ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു. മറ്റുള്ള കരകൾ ഏതെല്ലാന്ന് വെച്ചാൽ കണ്ണമംഗലം തെക്ക്, കണ്ണമംഗലം വടക്ക്, പേള, കടവൂര്, ആഞ്ഞിലിപ്ര, മറ്റം വടക്ക്, മറ്റം തെക്ക്, മേനാമ്പള്ളി, നടക്കാവ് എന്നിവയാണ്. മതിയായ ചരിത്ര തെളിവുകളില്ലെങ്കിലും ഏകദേശം ഒരു 1200 വർഷത്തിലേറെ പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. AD 823 മകരമാസത്തിലെ ഒരു ഉത്രട്ടാതി നാളിലാണ് ആദിശങ്കരൻ്റെ പ്രധാന ശിഷ്യനായിരുന്ന പത്മപാദാചാര്യർ ഈ ക്ഷേത്രം പ്രതിഷ്ഠിച്ചത്. ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായ ഒരു ഉത്സവമാണ് കുംഭഭരണി ഉത്സവം. നമ്മുടെ ഈ കുംഭമാസത്തിലെ ഭരണി നാളിലാണ് ഈ ഉത്സവം നടത്തുന്നത്. യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള ഒരു ഉത്സവമാണ് കുംഭഭരണി ഉത്സവം. അതിഗംഭീരമായ കെട്ടുകാഴ്ചകൾ ഉത്സവത്തിൻ്റെ ഒരു പ്രധാന ആകർഷണം തന്നെയാണ്. ആയിരക്കണക്കിന് ഭക്തരാണ് ഈ ഉത്സവ ദിവസത്തിൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. ഫെബ്രുവരി, മാർച്ച് ആ ഒരു മാസത്തോട് കൂടിയിട്ടാണ് ഈ ഉത്സവം നടക്കുന്നത്. ഭക്തജനങ്ങൾ നടത്തുന്ന കുത്തിയോട്ടമാണ് ഈ ഉത്സവത്തിലെ ഒരു പ്രധാന വഴിപാട്. കുത്തിയോട്ടം എന്ന അനുഷ്ഠാന കല ചെട്ടികുളങ്ങരയുടെ പ്രാന്തപ്രദേശങ്ങളിൽ നിലവിലുള്ള ഒന്നാണ്. ഈ പ്രദേശത്ത് ഒരുപാട് കുത്തിയോട്ട സംഘങ്ങളുണ്ട്. ഓരോ സംഘത്തിനും ഓരോ ആശാന്മാരുണ്ടാവും. പ്രധാനമായും ബാലന്മാരെയാണ് പരിശീലനം നടത്തുന്നത്. പ്രത്യേക രീതിയിൽ ചിട്ടപ്പെടുത്തിയ ദേവീസ്തുതികൾ കുത്തിയോട്ടത്തിന് പാടുന്നു. ഒരു കുത്തിയോട്ടം വഴിപാടായി നടത്തുന്നതിന് ലക്ഷങ്ങൾ വേണ്ടിവരും. ക്ഷേത്രാവകാശികളായ 13 കരകളുടെയും ഏകീകൃത സംഘടനയായ ശ്രീ ദേവവിലാസം ഹിന്ദുമത കൺവെൻഷന്റെ നേതൃത്വത്തിലാണ് മകരമാസത്തിലെ കാർത്തിക നാളിൽ ചെട്ടികുളങ്ങര പൊങ്കാല നടത്തി വരാറുള്ളത്. ആയിരത്തിലധികം തിരികൾ കത്തിക്കാൻ പറ്റുന്ന ഇന്ത്യയിലെ ഏറ്റവും വലുതുമായ കുത്തുവിളക്ക് എന്ന കൂറ്റൻ എണ്ണവിളക്കാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന പ്രത്യേകത. യക്ഷി, മുഹൂർത്തി, രക്ഷസ്, തേവരമൂർത്തി, കണ്ണമ്പള്ളി ഭഗവതി, ഗണേശൻ, നാഗരാജൻ, നാഗയക്ഷി, ബാലകൻ, വല്യച്ഛൻ എന്നിവരാണ് ഈ ക്ഷേത്രത്തിലെ മറ്റു ഉപദേവതകൾ. മൂലസ്ഥാനത്ത് ഒരു ചെറിയ ക്ഷേത്രവും നമുക്ക് കാണാൻ പറ്റും. ഒരു കാവ്, അതായത് ഈ സർപ്പദൈവങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ചെറിയൊരു കാട് പോലെ നമുക്കവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ കരിമ്പന, ചെമ്പക മരങ്ങൾ, ഇതിനെയൊക്കെ നമ്മൾ ആരാധിക്കുന്നുണ്ട്. ചെട്ടികുളങ്ങര ദേശത്തിൻ്റെ ഉത്സവാഘോഷങ്ങളിൽ പ്രധാനമാണ് ഭഗവതിയുടെ പറക്കെഴുന്നള്ളത്ത്. വാദ്യമേളങ്ങളോടെ മെഴുവട്ടക്കുടകളോടൊപ്പം ജീവിതയിലേറിയാണ് തുള്ളിക്കളിച്ചുകൊണ്ട് അമ്മ ഭക്തരെ കാണാൻ വീടുകളിലെത്തുന്നത്. പറയെടുപ്പ് ഉത്സവം, കുംഭഭരണി ഉത്സവം, എതിരേൽപ്പ് ഉത്സവം, അശ്വതി ഉത്സവം എന്നിവയൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ. ചെട്ടികുളങ്ങര ക്ഷേത്രത്തിൻ്റെ എനിക്കറിയാവുന്ന വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളൂ. ഇനി ഇത് കാണുന്നവർക്ക് നിങ്ങൾക്ക് ദേവിയുടെ ചരിത്രങ്ങളോ കാര്യങ്ങളോ അറിയാവുന്നുണ്ട് എങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അത് ഞങ്ങളെ അറിയിക്കണേ. ഈ ഒരു കൊച്ചു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.